നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയുന്നത് നമ്മുടെ ശയനവീതിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ഓരോ ദിക്കിനെ ആശ്രയിച്ച് നമ്മുടെ തല വയ്ക്കേണ്ടുന്ന ഭാഗം കിഴക്കോട്ടായാലും അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടായാലും അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. പണ്ടേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കിഴക്കോട്ടല്ലെങ്കിൽ തെക്കോട്ടരുതേ, പടിഞ്ഞാറ് ഒട്ടും പാടില്ല എന്നാണ്. വടക്കോട്ട് ഇതിൻ പ്രകാരം കിഴക്കോട്ടോ തെക്കോട്ടോ തലവെച്ച് കിടക്കണം എന്നാണ് പണ്ട് തന്നെ കാരണവന്മാരൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ കിഴക്കോട്ട് തലവെച്ച് കിടന്നാൽ വിദ്യാഫലമാണ് അതിൻ്റെ ഫലം. കാരണം ഈ കിഴക്കിൻ്റെ അധിപതികൾ എന്ന് പറയുന്നത് ദേവന്മാരാകുന്നു. അപ്പോൾ കിഴക്കോട്ട് തലവെച്ച് കിടക്കുമ്പോൾ വിദ്യാഫലം. പടിഞ്ഞാറോട്ടായാൽ നല്ല ചിന്താശക്തി ഉണ്ടാവും എന്നാണ് പടിഞ്ഞാറോട്ട് തലവെച്ച് കിടന്നാൽ. അതിൻ്റെ അധിപർ എന്ന് പറയുന്നത് ഋഷിമാരാണ്, അതിൻ്റെ അധിപതികൾ. കിഴക്കോട്ട് തലയും പടിഞ്ഞാറ് കാലുകളുമായി കിടക്കുമ്പോൾ ദേവന്മാരുടെ പ്രീതി ലഭിക്കുകയും അതുമൂലം ഋഷിമാർ സന്തുഷ്ടരാകുകയും ചെയ്യുമെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. അപ്പോൾ നമ്മൾ വടക്കോട്ടാണ് കിടന്നാൽ ധനനഷ്ടമാണ് ഫലം. കാരണം ഈ വടക്ക് ദിശയ്ക്ക് പ്രത്യേകമായിട്ടുള്ള അധിപതികളില്ല. അപ്പോൾ ഇതിനെ മനുഷ്യരാശിയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് വടക്കോട്ട്. അപ്പോൾ കഴിവതും അല്ലെങ്കിലും വടക്കോട്ട് തലവെച്ച് കിടക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തെക്കോട്ടായാൽ ധനപ്രാപ്തി, ദീർഘായുസ്. കാരണം തെക്ക് ദിശ എന്ന് പറയുന്നത് പിതൃക്കളുടേതാണ്. തെക്കോട്ട് തലയും വടക്കോട്ട് കാലുകളുമായി കിടന്നാൽ പിതൃക്കളുടെ പ്രീതി ലഭിക്കും. അപ്പോൾ ഈ രീതിക്കായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ പ്രാമുഖ്യം നൽകിയിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ശയനവീഥികളിൽ ഈ നിഷ്ഠകൾ പാലിക്കുന്നവർക്ക് ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകളൊക്കെ മാറി നല്ല ആശ്വാസം ലഭിക്കും. ഇതൊരു ശാസ്ത്രീയ അടിത്തറ കൂടി നമ്മൾ യഥാർത്ഥത്തിൽ ഇതിൽ മനസ്സിലാക്കാനുണ്ട്. കാരണം വെച്ചാൽ ഭൂമിയുടെ ഒരു കാന്തിക വലയം തെക്ക് വടക്കാണല്ലോ. അതുപോലെ മനുഷ്യ ശരീരത്തിൽ ഈ കാന്തിക ശക്തിയുണ്ട്. ഇവ ഒരേ ദിശയിൽ വന്നാൽ ആകർഷണത്തിന് പകരം എന്തായിപ്പോവും, വികർഷണമായിരിക്കും ഫലം. അതിനാൽ തലഭാഗം തെക്കോട്ടായാൽ ഈ ദോഷം പരിഹരിക്കാം. വികർഷണം സ്ഥിരമായാൽ ബുദ്ധിസ്ഥിരത ഇല്ലാതെ വരികയും ഓർമ്മക്കുറവ്, ഉന്മേഷക്കുറവ്, അസ്വസ്ഥത മുതലായ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയൊക്കെ ചെയ്യും. പടിഞ്ഞാറ് ദിശ അത്ര നന്നല്ലെങ്കിലും വലിയ ദോഷമില്ല. എന്നാൽ വടക്കാണെങ്കിൽ യാതൊരു കാരണവശാലും വടക്ക് ദിശയിലോട്ട് പാടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഇതേ രീതിയിലൊക്കെ നമ്മൾ ശീലങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് മാനസികമായിട്ടുള്ള നല്ല സന്തോഷവും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം മാറും. ഇതേ രീതിയിൽ ഉറക്കം എന്ന് പറയുന്നത് വളരെ അനിവാര്യമായൊരു ഘടകമാണ്. ഉറക്കം എന്ന് പറയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇതേ രീതിയിൽ കിടക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.